ഇനി ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി മാവ് ബാക്കി വെച്ചോട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ചായക്കോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഇഡ്ഡലി മാവ് തന്നെയാണ് എടുത്തത്. 2 കപ്പ് നിറയെ എടുക്കുന്നുണ്ട്. ഇത് പച്ചരി കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അരിയുടെ 1/3 ഭാഗം എന്ന അളവിന് ഉഴുന്നും ചോറും ഒക്കെ ചേർത്തിട്ട് അരച്ചിട്ടുണ്ടാക്കിയതാണ്. ഉപ്പ് വളരെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിയിലാണുള്ളത്, പക്ഷെ ഇപ്പോൾ വെള്ളം ചേർക്കണ്ട, കുറച്ച് ചേരുവകളൊക്കെ ചേർക്കാനുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും എടുക്കാം. ഇതിൽ ഒരല്പം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്ന ശേഷം 1/2 ടേബിൾ സ്പൂൺ അളവിന് ഉഴുന്ന് പരിപ്പും പിന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിന് കടലപ്പരിപ്പും കൂടെ ചേർക്കാം. വേണമെങ്കിൽ അല്പം കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. സ്നാക്സ് കഴിക്കുമ്പോൾ ഇടയിൽ ഇത് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. ഈ പരിപ്പൊക്കെ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ 2 ടീസ്പൂൺ അളവിന് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ചേർക്കാം. പിന്നെ 2 വലിയ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കാം. എല്ലാതും എണ്ണയിൽ നല്ലപോലെ റോസ്റ്റായിട്ട് നമുക്കിതിൽ സവാള ചേർക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തത്. സവാളയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. വഴറ്റുമ്പോൾ ഇത്തിരി ഉപ്പും കൂടെ ചേർക്കാം. മാവിൽ ഓൾറെഡി അല്പം ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പില നുറുക്കിയതും കൂടെ ചേർക്കണം. എന്നിട്ട് 2 മിനിറ്റ് എല്ലാതും ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊന്നും മാറണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഇതുപോലെ ഒന്ന് വാടിയ ശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും മിക്സ് ആയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കൂട്ട് മാറ്റി വയ്ക്കാം. ഈ കൂട്ട് നമുക്കിനി ഇഡ്ഡലി ബാറ്ററിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ചൂടോടെ തന്നെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ അളവിന് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എണ്ണയുടെയും സവാളയുടെ ഒക്കെ ഒരു നനവ് ഈ ബാറ്ററിന് വരും. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്താൽ മതി. ഞാനൊരല്പം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഈ ഒരു രീതിയിലാണ് മാവുള്ളത്. ഇങ്ങനെ മിക്സ് ചെയ്താൽ പിന്നെ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഞാനിവിടെ ഉണ്ണിയപ്പ പാത്രമാണ് എടുത്തിട്ടുള്ളത്. എല്ലാ കുഴിയിലും കുറച്ച് എണ്ണ ചേർക്കണം. അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് വേണ്ട, കുറച്ച് ചേർത്താൽ മതി. ചൂടാകുമ്പോൾ ഓരോന്നിലും 1 സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം. പുറത്തേക്ക് വരുന്ന രീതിയിൽ നിറയെ ഒഴിക്കേണ്ട, 1/4 ഭാഗം മതി. ഇത് കുക്കാവുമ്പോഴേക്കൊന്ന് നിറഞ്ഞു വരും. ആദ്യം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് വയ്ക്കാം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. 2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു വശം കുക്കായിട്ട് സൈഡൊക്കെ ബ്രൗൺ ആയി വരും. അപ്പോൾ എല്ലാതും മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ വെച്ചാൽ ഇത് മുഴുവനും കുക്കായിട്ടുണ്ടാവും. ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ വെന്തോന്ന് അറിയാൻ പറ്റും. ഇത് ചെറിയ കുഴിയുള്ള പാത്രമാണ്. നമുക്കൊരു 20 പനിയാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത പ്രാവശ്യം ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുഴിപ്പനിയാരം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.